ജംപ്സ് ഇൻ ലൂപ്സ് ഓർ ജമ്പിങ് ഇൻ ലൂപ്സ്. ഒരു ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്കറിയാം. നമുക്ക് എപ്പോഴും ഒരു ലൂപ്പിന് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ആ സമയത്ത് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു നോർമൽ ലൂപ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൂപ്പ് ഇടയ്ക്ക് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യേണ്ടി വരാം. അതായത് ഇപ്പോൾ നമ്മളൊരു 100 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പ് എഴുതി, ആ ലൂപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലൂപ്പിന്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോകേണ്ടി വരും. അതായത് നമ്മുടെ ലൂപ്പ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരാം, അല്ലെങ്കിൽ ആ ഒരു ഇറ്ററേഷൻ സ്റ്റോപ്പ് ചെയ്ത് വേറൊരു ഇറ്ററേഷനിലേക്ക് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോകേണ്ടി വരാം. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂപ്പിങ്ങിനകത്ത് കുറച്ച് ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ആ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ്: ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ഗോ ടു നമ്മൾ നേരത്തെ കണ്ടതാണ്, അൺകണ്ടീഷണൽ ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ലൂപ്പിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തത്. ഇത് യൂസ് ചെയ്യരുത് ലൂപ്പിൽ. നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഗോ ടു എന്ന് പറയുന്നത്. അതൊരു അൺകണ്ടീഷണൽ ആണ്. പ്രോഗ്രാം അപ്പം നമ്മളൊരു ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഫോ സ്വിച്ച് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് വളരെ സ്ട്രക്ചേർഡ് ആണ്. അതിൻ്റെ ആ സ്ട്രക്ചേർഡ് വേയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളൊരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഗോ ടു ഒരു ജമ്പിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സിയിൽ അലൗഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഇത് യൂസ് ചെയ്യരുത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ സാധാരണ ഒരു ലൂപ്പിനകത്തുള്ള ജമ്പിങ്ങിന്. ലൂപ്പിനകത്ത് മീൻസ് ലൂപ്പിനകത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് ജമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇറ്ററേഷനായിട്ട് കണ്ടിന്യൂ ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്തു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പഠിച്ച സമയത്ത്. അവിടെ എന്തിനായിരുന്നു ബ്രേക്ക് യൂസ് ചെയ്ത്? നമ്മൾ ഏതെങ്കിലും ഒരു കേസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രേക്ക് യൂസ് ചെയ്തത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ലൂപ്പിനകത്തും ബ്രേക്ക് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ് ടു ജമ്പ് ഔട്ട് ഓഫ് എ ലൂപ്പ്. അതായത് നമുക്കിപ്പോൾ ഒരു 100 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലൂപ്പ് ഇനി എക്സിക്യൂട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യണം. ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൂപ്പിന് നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോകരുത്, ലൂപ്പിൽ നേരെ കൺട്രോൾ പുറത്തേക്ക് വരണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുക. അതായത് ഒരു ലൂപ്പിൽ പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദി ഏർലി എക്സിറ്റ് ഓഫ് എ ലൂപ്പ്. അതായത് ഇപ്പോൾ 100 ടൈംസ് ഉള്ളത് ഇപ്പോൾ നമ്മളൊരു 25 ടൈംസ് ആവുന്ന സമയത്ത് തന്നെ നമുക്കൊരു കണ്ടീഷൻ മീറ്റ് ചെയ്ത് നമ്മൾ ലൂപ്പ് നിർത്തുകയാണ്. അപ്പോൾ ലൂപ്പിൽ നിന്ന് ഒരു ഏർലി എക്സിറ്റ് ആണ്, അത് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് യൂസ് ടു സ്കിപ്പ് എ പാർട്ട് ഓഫ് എ ലൂപ്പ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദി നെക്സ്റ്റ് ഇറ്ററേഷൻ. അതെന്തിനാ, അത് എക്സാമ്പിൾ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു 100 ഇറ്ററേഷൻസ് ഉള്ള ഒരു ലൂപ്പ്, നമ്മളിപ്പോൾ 70th ഇറ്ററേഷനിലാണ് നിൽക്കുന്നത്. അവിടെ എന്തോ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 70th ഇറ്ററേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട, അതിന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അതിന് പകരം എനിക്ക് 71st ഇറ്ററേഷൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ഏത് ലൂപ്പാണെങ്കിലും, വൈലാണെങ്കിലും ഡു വൈലാണെങ്കിലും ഫോർ ആണെങ്കിലും ഒക്കെ ബ്രേക്ക് ഒരേപോലെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ വൈൽ ലൂപ്പ് വെച്ചിട്ട് എക്സാമ്പിൾ എഴുതിയാണ്. വൈൽ സം കണ്ടീഷൻ ഉണ്ടാവും, അതിനകത്ത് കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടീഷൻ എടുത്തു, ഞാൻ കണ്ടീഷൻ 1 കണ്ടീഷൻ 2 എന്ന് മാർക്ക് ചെയ്യാണ്. ഇഫ് കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇനി എനിക്ക് ഈ വൈൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് എന്ന് വിളിക്കാം. ബ്രേക്കിന് വിളിക്കുകയാണെങ്കിൽ എവിടെയാണോ ബ്രേക്ക് കാണുന്നത് അവിടെ വെച്ചിട്ട് ഈ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇതിന്റെ മുന്നേ ഈ ഇഫിന് മുന്നേ എഴുതിയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. എവിടെയാണോ ബ്രേക്ക് കാണുന്നത് അവിടെ വെച്ചിട്ട് ഈ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് കൺട്രോൾ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ലൂപ്പ് എൻഡ് ചെയ്യണത് അതിന് ഇമ്മീഡിയറ്റ്ലി സ്റ്റേറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വൈൽ ലൂപ്പ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഈ കേളി ബ്രേസ് ആവാം, അല്ലെങ്കിൽ കേളി ബ്രേസ് ഇല്ലാത്തൊരു കേസിൽ നമ്മൾ ബ്രേക്ക് കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, നമ്മുടെ വൈൽ ലൂപ്പിന് ശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അങ്ങടായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ വൈൽ എന്നല്ല, അതിന് ഡു വൈൽ ആണെങ്കിലും ഫോർ ആണെങ്കിലും ഒക്കെ ബ്രേക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യാം.
ഇനി നമുക്കൊരു നെസ്റ്റഡ് ലൂപ്പിനകത്ത് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ അങ്ങനെ 2 ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ഫോർ ലൂപ്പിനകത്താണ് ഈ ഫോർ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഇന്നർ ഫോർ ലൂപ്പിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യണം. അതായത് ഇഫ് സം കണ്ടീഷൻ ഇസ് മെറ്റ് ബ്രേക്ക് എന്ന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഈ ബ്രേക്ക് കാണുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഇന്നർ ഫോർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇന്നർ ഫോർ ലൂപ്പ് എവിടെയാണോ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന്റെ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അപ്പോൾ നമുക്കിപ്പോൾ 5 ലെവൽസ് ഓഫ് നെസ്റ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അകത്തെ ലൂപ്പിനകത്ത് ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിനകത്തിനേ പുറത്തു വരുള്ളൂ. അപ്പോൾ ബ്രേക്ക് എപ്പോഴും ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ടെർമിനേറ്റ്സ് ദി ലൂപ്പ് ഇൻ വിച്ച് ദാറ്റ് ബ്രേക്ക് ഇസ് റിട്ടേൺ. അതായത് ഏത് ലൂപ്പിനകത്താണോ ബ്രേക്ക് എഴുതിയിട്ടുള്ളത് ആ ലൂപ്പിൽ നിന്ന് മാത്രമാണ് പുറത്തേക്ക് വരിക. അപ്പം നെസ്റ്റഡ് ലൂപ്പ് ആണെങ്കിൽ എല്ലാ ലൂപ്പൊന്നും കൂടെ പുറത്തേക്ക് വരില്ല. ഏത് ലൂപ്പിനകത്താണോ നമ്മൾ ബ്രേക്ക് എഴുതിയിട്ടുള്ളത് ആ ഒരു ലൂപ്പിനകത്ത് നിന്നേ പുറത്തേക്ക് വരുള്ളൂ. അപ്പം നമുക്ക് ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഔട്ടർ ഫോർ ലൂപ്പിനകത്തുനിന്നേ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഗോ ടു ആണ് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മൾ ഗോ ടു യൂസ് ചെയ്യരുത്. അതിന് പകരം ആണെങ്കിൽ ബ്രേക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഈ ലൂപ്പൊന്നും ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും പുറത്തേക്കൊക്കെ വേണമെങ്കിൽ വരാം. അപ്പോൾ നമുക്ക് ഒരൊറ്റയടിക്ക് നമുക്ക് ഇന്നർ ലൂപ്പിനകത്തുനിന്ന് ഔട്ടർ ലൂപ്പിൻ്റെയും പുറത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോ ടു ആണ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഗോ ടു അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ എപ്പോഴും പ്രോഗ്രാം എഴുതാൻ. വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും ആ പുറത്തേക്ക് വരാനായിട്ട്. പല ബ്രേക്ക് കൊടുത്തിട്ടോ എന്തെങ്കിലും ഉണ്ടാവും. ഇനി ബ്രേക്ക് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ, അതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാണ്, നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിന്റെ മുകളിൽ പെർഫോം ചെയ്യാനുള്ള എന്തോ ഒരു ടാസ്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു വൈൽ ലൂപ്പാണ്. അത് എന്ത് ടാസ്കും ആയിക്കോട്ടെ, ഒരു നമ്പർ റീഡ് ചെയ്യണു, നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണുള്ളൂ. അത് നെഗറ്റീവോ സീറോയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം അതാണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ വൈൽ 1 എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തത്. 1 എന്ന് പറഞ്ഞാൽ വൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ എന്താ കൊടുക്കുക, ഒരു കണ്ടീഷനാണ് കൊടുക്കുക. ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കിയിട്ടാണ് ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടേ തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ വൈൽ 1 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. നേരത്തെ നമ്മൾ എക്സ്പ്രഷൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അത് ട്രൂ ആണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു നോൺ സീറോ വാല്യൂ ആയിരിക്കും, ഫോൾസ് ആണെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പം ഞാൻ വൈൽ 1 എന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇറ്റ് ഇസ് ഓൾവേസ് ട്രൂ. ഈ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആണ്. അതായത് ഈ ലൂപ്പ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ലൂപ്പാണ് ഞാൻ എഴുതണ വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബ്രേക്ക് കൊടുത്തത്. അപ്പം നമ്മൾ ഒരു നമ്പർ റീഡ് ചെയ്യണം, നമ്പർ 0യോ അല്ലെങ്കിൽ നെഗറ്റീവോ ആണെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിൽ ഈ ലൂപ്പിനകത്ത് എന്തെങ്കിലും ടാസ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നീ കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ബ്രേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇൻഫിനിറ്റ് ലൂപ്പ് ആണെങ്കിൽ മാത്രമല്ല കേട്ടോ ബ്രേക്ക് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ സാധാരണ പോലെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ള ലൂപ്പ് ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഒരു 100 നമ്പേഴ്സ് ഉണ്ട്. ഈ 100 നമ്പേഴ്സിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യണം വേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ 100 നമ്പേഴ്സ് ഉണ്ട്, അതിനകത്ത് 5 ഉണ്ടോ നോക്കണം. അപ്പം നമ്മൾ എങ്ങനെയാ ചെയ്യുക, 100 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് എഴുതിയിട്ട് അതിനകത്തുനിന്ന് ഓരോരോ നമ്പറായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും. ഫസ്റ്റ് എക്സിക്യൂഷനിൽ ഒരു നമ്പർ നോക്കും, 5 ആണോ നോക്കും, അല്ലെങ്കിൽ അടുത്ത എക്സിക്യൂഷനിൽ പോവും, അടുത്ത ഇറ്ററേഷനിൽ പോവും, അടുത്ത നമ്പർ നോക്കും. അങ്ങനെ 100 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് എഴുതി. സപ്പോസ് നമ്മളിപ്പോൾ 4ാമത്തെ നമ്പർ 5 ആണെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് 5 അതിനകത്തുണ്ടെന്ന് കിട്ടി. ഈ നമ്മൾ ബാക്കിയുള്ള 96 നമ്പർ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ നമ്പർ ഫൈൻഡ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഇറ്ററേഷനിലേക്ക് പോകണ്ട, നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. അപ്പം കണ്ടിന്യൂ എന്തിനാണെന്ന് പറഞ്ഞു, സ്കിപ്പ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദി നെക്സ്റ്റ് ഇറ്ററേഷൻ എന്നാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മീനിങ്. അപ്പോൾ കണ്ടിന്യൂ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളൊരു ലൂപ്പിനകത്ത് കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു വൈൽ ലൂപ്പിൽ യൂസ് ചെയ്യുന്നത് 4 ലൂപ്പിൽ യൂസ് ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 3 സ്ട്രക്ചർ എന്നോട് എഴുതിയത്. അപ്പോൾ വൈൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടോ, നമുക്ക് ലൂപ്പിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ എന്നാണ് ഇവിടെ കൊടുത്തത്. ഇതിന് താഴേക്കും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ കണ്ടിന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ ഇതിന്റെ താഴേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇറ്ററേഷൻ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് കണ്ടാൽ നേരെ കൺട്രോള് വൈൽ കണ്ടീഷൻ അങ്ങോട്ടായിരിക്കും പോവുക. ഇനി ഡു വൈൽ ആണെങ്കിൽ കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്,
സം കണ്ടീഷൻ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് കൊടുത്തു. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് കൺട്രോൾ നേരെ ഈ കണ്ടീഷനകത്തേക്ക് വരും. വൈൽ കണ്ടീഷൻ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അടുത്ത ഇറ്ററേഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യും. ഇനി ഫോർ ലൂപ്പിനകത്താണ് കണ്ടിന്യൂ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറിനകത്ത് എന്തൊക്കെ ഉണ്ടോ? ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻറ്റ്, ഇത്രയുണ്ടാവും. ഇവിടെ അത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഫ് സം കണ്ടീഷൻ ഇസ് മെച്ച് കണ്ടിന്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞ സമയത്ത് കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഈ ഇൻക്രിമെന്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ചെയ്യും. അതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതാണ് ഫോർ ലൂപ്പ് ആകുമ്പോഴുള്ള ഒരു വ്യത്യാസം. ഇനി നമുക്ക് കണ്ടിന്യൂ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ ഒരു കേസ് അസ്യൂം ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു മാക്സിമം 50 നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അതായത് നിർബന്ധമായിട്ട് 50 നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് എന്നല്ല. നമുക്കിപ്പോൾ 5 നമ്പറിന്റെ സ്ക്വയർ റൂട്ടാണ് കാണുന്നുണ്ടെങ്കിൽ 5 സ്ക്വയർ റൂട്ട് കാണാം, 10 കാണണമെങ്കിൽ 10 കാണാം. മാക്സിമം 50 നമ്പേഴ്സിന്റെ വരെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അതിനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ ഞാൻ കൗണ്ട് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. കൗണ്ട് നമ്മൾ ഓരോ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്തും കൗണ്ട് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോവാണ്. അപ്പോൾ കൗണ്ട് ലെസ് ദാൻ 50 ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 ആവണത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് 5 നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ 5 എണ്ണം കഴിയുമ്പോൾ നിർത്താം. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. നമ്മൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയുള്ളൂ. 0 ആണ് എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഭാഗം സ്കിപ്പ് ചെയ്യും. അതാണ് ഈ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കൗണ്ട് ലെസ് ദാൻ 50 എന്നുള്ളതാണ് നമ്മൾ ലൂപ്പ് കണ്ടീഷൻ. ആദ്യം തന്നെ n എന്ന് പറഞ്ഞൊരു നമ്പർ റീഡ് ചെയ്തു. n 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ 50 നമ്പർ ആവണ വരെ പോവാം എക്സിക്യൂഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ 0 എൻ്റർ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് കണ്ടാൽ എന്താണ്? നേരെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ഇനി n ഈക്വൽ ടു 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും? n ലെസ് ദാൻ 0 ആണ് നോക്കും. അത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുത്തു. അത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ നേരെ നെക്സ്റ്റ് ഇറ്ററേഷനിലേക്ക് പോവാണ്. ആ നമ്പറിനെ അവിടെ സ്കിപ്പ് ചെയ്തു. അതിനെ നമ്മൾ കൂട്ടിയില്ല, നമ്മുടെ കൗണ്ടിലേ നമ്മൾ കൂട്ടിയില്ല. ആ നമ്പറിനെ സ്കിപ്പ് ചെയ്തു. നമ്മൾ 50 പോസിറ്റീവ് നമ്പേഴ്സിന്റെ കൗണ്ടാണ് കാണാൻ, സ്ക്വയർ റൂട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിന്റെ താഴത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ കൗണ്ട് ചെക്ക് ചെയ്യും, അടുത്ത നമ്പർ റീഡ് ചെയ്യും. അങ്ങനെയാണ് പോണേ. ഇനി ഇത് 0 അല്ല നെഗറ്റീവും അല്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് NS എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിന്റ് എഫ് എഴുതി. SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. ഇപ്പോൾ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടു, ഇനി കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തു, അടുത്ത നമ്പർ റീഡ് ചെയ്യുക, അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. ഇങ്ങനെ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ബ്രേക്കും യൂസ് ചെയ്തു, കണ്ടിന്യൂ യൂസ് ചെയ്തു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തിനാണ്, എപ്പോഴാണ് ബ്രേക്ക് യൂസ് ചെയ്യുക, എപ്പോഴാണ് കണ്ടിന്യൂ യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്കും കണ്ടിന്യൂ ഒക്കെ വെച്ചിട്ട് പല പ്രോഗ്രാംസും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വേറെ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. ബാക്കി പല പ്രോഗ്രാമിനകത്ത് നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും.